ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്തോഷത്തിൻ്റെ സുദിനം ഈദുൽ ഫിത്തർ. എല്ലാവർക്കും സ്നേഹക്കൂടിൻ്റെ പെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. അൽഹംദുലില്ലാ, സ്നേഹക്കൂടിലേക്കാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. അള്ളാഹു ഈ ഒരു സുദിനം ഏറ്റവും നന്നായി അള്ളാഹ് പറഞ്ഞതുപോലെ ആഘോഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈദാഘോഷം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷവേളകൾ, ആ സന്തോഷം എവിടെയും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സുദിനത്തിലും ഇതുപോലൊരു ആഘോഷത്തിൽ പങ്കെടുക്കാനോ, നമ്മൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കാനോ, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കാനോ, വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനോ കഴിയാത്ത എത്രയോ സഹോദരി സഹോദരന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അള്ളാഹു എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കട്ടെ എന്നുകൂടി സ്നേഹക്കൂട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സ്നേഹക്കൂടിലേക്ക് നമ്മോടൊപ്പം ഈ പെരുന്നാൾ സന്ദേശം നൽകുന്നതിന് വേണ്ടി കൂടെ ചേരുന്നത് ബഹുമാനനായ സയ്യിദ് സാറാണ്. ആമുഖമില്ലാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സ്നേഹക്കൂടിൻ്റെ ഒരു പെരുന്നാൾ, ഈ ഒരു പെരുന്നാളിന് സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? സ്നേഹക്കൂട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെരുന്നാൾ സുദിനത്തിൽ എന്ത് പറയണം എന്ന് ചോദിച്ചപ്പോൾ, പെരുന്നാൾ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം തീർത്തും വ്യതിരിക്തമായ ഒരാഘോഷമാണ്. ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം അവരുടേതായ ആഘോഷങ്ങളുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. അതിലൊന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് വലിയ പെരുന്നാളും. എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യം, ഈ പെരുന്നാൾ സുദിനത്തിന് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടെന്താണ്, പ്രാർത്ഥന എന്താണ്, സുന്നത്തുകൾ എന്താണ്, എല്ലാം പഠിപ്പിച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരിക്കുന്നത്. ഈ റമദാനിൻ്റെ സമാപ്തിയായി നമ്മൾ ആഘോഷിക്കുന്ന ഈദുൽ ഫിത്തർ, ആ ഫിത്തറിന് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിത്തർ സക്കാത്ത് അല്ല, അത് ആഘോഷത്തിൻ്റെ ഒരു സമത്വ സന്ദേശം അല്ലേ. എല്ലാവർക്കും ഒരുപോലെ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ സാധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാവണം നിർബന്ധദാനമായിട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ഫിത്തർ സക്കാത്ത്. മറ്റുള്ളവർക്ക് നൽകുമ്പോഴാണ് നമ്മുടെ ആഘോഷത്തിന് മാറ്റു കൂടുന്നത്. നൽകുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, സക്കാത്ത് എന്നുള്ളത് ബാധ്യതയാണ്. അതുപോലെ തന്നെ പെരുന്നാൾ സുദിനത്തിൽ അന്നത്തെ ദിവസം ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ, ആ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പാണ് ആ കുട്ടി ജനിച്ചതെങ്കിൽ, ആ കുട്ടിക്കും ഫിത്ർ സക്കാത്ത് നൽകിയിരിക്കണം. അത്ര മൈന്യൂട്ടായിട്ട് മൈക്രോ ലെവൽ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആഘോഷം ആഘോഷിക്കാൻ ആർക്കാണ് അവകാശം? ആ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ആരൊക്കെ നോമ്പ് അനുഷ്ഠിച്ചു, തഖ്വ എന്നുള്ള ആ ഒരു വിഭവ സമാഹരണത്തിൻ്റെ ഒരു മാസക്കാലമാണ് കഴിഞ്ഞു പോയത്. ഇത് സംഭരിച്ച ആളുകൾക്കാണ് ചൈതന്യത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി അത് ആഘോഷിക്കാനുള്ള അവകാശമുള്ളൂ. കാരണം ഈദുൽ ഫിത്തറാണ് അല്ലേ. നോമ്പ് മുറിച്ചത് കൊണ്ടും ആ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ കൂടിയാണ് അള്ളാഹു നമുക്ക് ഈ ഒരാഘോഷത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി, മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി എല്ലാറ്റിനും പരിമിതി നിശ്ചയിക്കപ്പെട്ട ഒരാഘോഷമാണ് ഈദ് എന്നുള്ളത്. എന്നാൽ ആസ്വദിക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ പരമാവധി ആഘോഷിക്കാനുള്ള അനുവാദവും വിശ്വാസികൾക്ക്
അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. ഇസ്ലാം പ്രകൃതി മതമാണ്. പ്രകൃതി തേടുന്നതാണ് ആഘോഷങ്ങൾ എന്നത്. എല്ലാവർക്കും ആഘോഷങ്ങളുണ്ട്. പക്ഷെ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ വ്യതിരിക്തമാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ബഹുമാനനായ സർ പറഞ്ഞു വെച്ചത്. ഈ ആഘോഷം വ്യതിരിക്തമാകുന്നത് നമ്മളിലുള്ളത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുമ്പോഴാണ്. അത് നിർബന്ധമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല റസൂലിലൂടെ നമ്മൾ പഠിപ്പിച്ചു തരാണ്. ഇന്ന് ജനിച്ചൊരു കുഞ്ഞിന് പോലും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്നത് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് കൂടി ആഘോഷിക്കാനുള്ള അവസരമൊരുക്കുക എന്ന ആ സന്തുലിതമായ അവസ്ഥ, ആ ഒരു ഈക്വാലിറ്റി, സമത്വം ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയുള്ള മഹത്തമായ എന്തുമാത്രം പവിത്രമായ ഒരു സന്ദേശമാണത്. ഈ പെരുന്നാൾ ദിവസത്തിലും ഈ പെരുന്നാൾ സുദിനത്തിലും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആളുകളാവട്ടെ. അവർക്ക് നമുക്കുള്ളതൊക്കെ അവർക്കും ഉണ്ടാവാൻ ആഗ്രഹിക്കും അല്ലേ? ഒരു മുസ്ലിമിൻ്റെ ഗുണമായിട്ട് റസൂൽ പഠിപ്പിച്ചത് തന്നെയാണല്ലോ. തൻ്റെ കൂട്ടുകാരന് എന്താണോ ആഗ്രഹം, താനിക്കുള്ളത് തൻ്റെ കൂട്ടുകാരന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരു വിശ്വാസി. അതുണ്ടാവുമ്പോഴേ ഒരാൾ വിശ്വാസം പൂർത്തിയാവും എന്നുള്ളതാണ്. ആ നിലയിൽ ഈ ഒരു ആഘോഷ ദിനത്തിനെ കണ്ടെത്താനും ആഘോഷിക്കാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. സർ ഫിത്ർ സക്കാത്തിൻ്റെ ആ ഒരു കാര്യം മുതൽ ഈദുൽ ഫിത്തർ ആഘോഷിച്ച് നമസ്കാരവും അതുപോലെ തന്നെ ഈദ്ഗാഹുകളൊക്കെ കഴിഞ്ഞ് പരസ്പരം സന്തോഷങ്ങൾ പങ്കിടുന്നതിൻ്റെ ഒക്കെ മഹത്വം, അതൊക്കെ ഈ ഒരു പെരുന്നാളിൽ ഒരു ആഘോഷത്തിൻ്റെ പവിത്രതയും അതിൻ്റെ മഹത്വവും വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായും ഈ ആഘോഷം എന്ന് പറയുമ്പോൾ ആഘോഷവേളയിലും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴും ലാ തൻസ ദിക്റല്ലാഹ്, അള്ളാഹിൻ്റെ സ്മരണ നിങ്ങൾ മറക്കരുത് എന്നാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള ആ പവിത്രമായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്ത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ അള്ളാഹിനെ സ്മരിക്കുകയാണ്. ആ സ്മരണ നമസ്കാരത്തിൽ കൂടി നിലനിർത്തുകയാണ്. അതാണല്ലോ ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ചുള്ള നമസ്കാരം. അവിടെ നമസ്കാരം കൂടി പറഞ്ഞു. ആ നമസ്കാരത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരോടും വരാനാണ് പറഞ്ഞത്. അവിടെ മെൻസ്ട്രേഷനുള്ള സ്ത്രീകളാണെങ്കിൽ അവിടേക്ക് പുറപ്പെടാൻ പറഞ്ഞിട്ട് അവർ വേറിട്ട് നിൽക്കാനും അവർ നിസ്കരിക്കേണ്ടതില്ല. പക്ഷേ ആ ആഘോഷ പരിപാടികളിൽ അവിടെ നടക്കുന്ന ഈദ് സന്ദേശങ്ങളിൽ എല്ലാവരും പങ്കെടുക്കണം. അത് ദരിദ്രരാണെങ്കിലും ധനികനാണെങ്കിലും എല്ലാവരും പങ്കെടുക്കുന്ന ഒരാഘോഷം എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം അത് ഈ ഈദിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് അല്ലേ, ഈദ് ഗാഹിൽ വെച്ചുകൊണ്ട് ആ കർമ്മം നിർവഹിക്കുന്നത്. പള്ളികളിൽ വെച്ച് ചെയ്യാനല്ലല്ലോ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ആഘോഷം നടത്താൻ വേണ്ടി സമ്മേളിക്കുന്ന ഒരു സ്ഥലത്തെത്തുകയും എല്ലാവരും ഈദ് സന്ദേശം കൈമാറുകയും പരസ്പരം ആശ്ലേഷിക്കുകയും ഒപ്പം തന്നെ ഒരു വഴിയിൽ കൂടി നമ്മോട് വരാൻ വേണ്ടി പറഞ്ഞു, മറ്റൊരു വഴിയിൽ കൂടി തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. അവിടെ ഈ വഴി മാറി സഞ്ചരിക്കാൻ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? നമ്മുടെ ബന്ധം, സോഷ്യൽ റിലേഷൻഷിപ്പ് ദൃഢീകരിക്കാനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സംഭവിക്കുന്ന വലിയ ഒരപജയം, എല്ലാ മാധ്യമങ്ങളും ടെക്നോളജിയൊക്കെ നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നമുക്ക് മറ്റുള്ളവരോട്, അടുത്തുള്ള ആളുകളോട് പോലും നമുക്ക് ആത്മബന്ധമല്ല. അപ്പോൾ ഈ ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കുക, അയൽവാസിയെ സന്ദർശിക്കുക, കുടുംബക്കാരെ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഇന്ന് രോഗികളാണ്. നമ്മുടെ സജീവമായി രംഗത്തുള്ള പ്രവർത്തകർ പോലും സ്ട്രോക്കുകൾ ബാധിച്ച് അതുപോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ ആഘോഷിക്കുന്ന ഈദ് അവർക്ക് ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവോട് നമ്മൾ ഒരുപാട് ശുക്ർ, ഒരുപാട് നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ല ഇൻ ശകർത്തും ല അസീദന്നക്കും എന്ന് പറയുന്ന ആയത്ത് അതാണ് നമ്മോട് പറയുന്നത്. ഒപ്പം തന്നെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് നമുക്ക് സഹായിക്കാൻ പറ്റുമല്ലോ. സഹായം തന്നെയാണ് ഒരു മാസക്കാലം നമ്മൾ ചെയ്തതെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ സുന്നത്ത് ഈദ് നമസ്കാരത്തിന് വരുന്ന ആളുകൾ ധർമ്മം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ ദിവസം ധർമ്മം ചെയ്യുക എന്നുള്ളതിന് വലിയ മഹത്വവും വലിയ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ സമാഹരിക്കുന്ന പണം അത് മുഖേന ആളുകളുടെ പ്രയാസങ്ങൾ
നീങ്ങുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് ഒരു വലിയ കൽപ്പനയായിട്ട് തന്നെ നമ്മൾ കാണണം. കാരണം ഈ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ പലതിൻ്റെയും പ്രായശ്ചിത്തമായി നിശ്ചയിക്കപ്പെട്ടത് അന്നദാനമാണ്, ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ലലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലാക്കാക്കിക്കൊണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലേ. പ്രായശ്ചിത്തമായി കൽപ്പിക്കപ്പെട്ടത് ഇപ്പോൾ എന്താണ്, ഇനി ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ പറ്റിയില്ല, നോമ്പ് ഒരിക്കലും നോൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും അഗതിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള, അപ്പം അതിന് വലിയ പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ പെരുന്നാൾ ദിവസത്തിലും നമ്മൾ അന്നദാനം നടത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ അയൽവാസികളായിരിക്കുന്നവർ അമുസ്ലിം സഹോദരങ്ങളായിരിക്കും, അവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. കാരണം ഒരു ബഹുമത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളാണവർ. അവർ അന്യമതത്തിലാണെങ്കിൽ പോലും അവർക്ക് വിശപ്പുണ്ട്, അവർക്ക് ദാഹമുണ്ട്. നമ്മെപ്പോലെയുള്ള സംവിധാനങ്ങളൊന്നും അവരുടെ ഇടയിലില്ല. അതുകൊണ്ട് അവരെ കൂടി പരിഗണിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ അവരെ നമ്മൾ പരിഗണിക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രഥമമായ കാര്യമാണ്. ഈ ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ പല ആഘോഷങ്ങളും പല മതങ്ങളുടെ ആഘോഷങ്ങൾ വരുമ്പോൾ മറ്റു മതക്കാർ ഭയപ്പാടോടുകൂടി കാണുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഇസ്ലാമിൻ്റെ ആഘോഷം എന്നത് സാഹോദര്യത്തിൻ്റെ ആഘോഷമാണ്. തൻ്റെ അയൽവാസി അവൻ മതം ഏതെന്ന് നോക്കിയിട്ടല്ല അവിടെ അയൽവാസിയോടുള്ള മര്യാദകൾ പാലിക്കാൻ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. മറിച്ച് അയൽവാസി ആരായിരുന്നാലും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പടയങ്കി തൻ്റെ അയൽവാസിയായ ജൂതൻ്റെ കയ്യിലായിരുന്നു പണയം വെച്ചിരുന്നത്. ജൂതൻ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശത്രു പക്ഷത്തുണ്ടായിരുന്ന ആളാണെങ്കിൽ പോലും തൻ്റെ അയൽവാസിയാണ്, തൻ്റെ നാട്ടിൽ ജീവിക്കുന്നവനാണെന്ന ആ ഒരു സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാം എന്നും വില കൽപ്പിച്ചിട്ടുണ്ട്, പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ ഒരു ആഘോഷവേളയിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് സന്തോഷമാണ്, എന്തൊരു സന്ദേശമാണ് നമുക്ക് മറ്റു മതക്കാരായ ആളുകളോട് ഇടപഴകേണ്ടതിനെക്കുറിച്ചും ഈ ഒരു ആഘോഷത്തിൻ്റെ പവിത്രതയെ അവർ മനസ്സിലാക്കേണ്ടതിനെക്കുറിച്ചും പറയാനുള്ളത്? ഇസ്ലാം യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ സന്ദേശമാണ് എല്ലാ സന്ദർഭങ്ങളിലും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ബോധപൂർവമായിട്ട് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, നമുക്ക് അറിയാം. എന്നാൽ ഇന്ന് ലോകത്ത് ഏറ്റവും നല്ല രൂപത്തിൽ വളരെ ഫാസ്റ്റായിട്ട് ദി ഫാസ്റ്റസ്റ്റ് സ്പ്രെഡിങ് റിലീജിയൻ ഏതെന്ന് ചോദിച്ചാൽ ഇസ്ലാമാണെന്ന് എല്ലാവർക്കും ഉത്തരം കിട്ടും. കാരണം ഇസ്ലാമിൻ്റെ ആദർശത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കുകയില്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാ, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവർ പരിശ്രമിക്കുന്നത്. പക്ഷേ അള്ളാഹു അതിൻ്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. കാരണം ഇസ്ലാം പറയുന്ന ആദർശങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നതാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. അപ്പോൾ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന വാദം നമുക്ക് ആർക്കില്ല. എന്നാൽ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന, ഇസ്ലാം പ്രാവർത്തികമാക്കുന്ന ഒരു നല്ല ശതമാനം ആളുകൾ ഇന്നും ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ ആദർശം നമ്മൾ നടപ്പിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടിയാണ്. ആ ജീവിതത്തിലേക്കാണ്, ആ ഇസ്ലാമിൻ്റെ ശരിയായ ആദർശം പ്രാവർത്തികമാക്കുന്ന ജീവിത ഉദാഹരണത്തിലേക്കാണ് നമുക്ക് ആളുകളെ ക്ഷണിക്കാനുള്ളത്. അല്ലാതെ ജീവിതത്തെ, ഇസ്ലാമിക ജീവിതത്തെ വികലമാക്കുന്ന, ബിംബാരാധന പോലും ഇസ്ലാമിലുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാം ഒരിക്കലും പരിചയപ്പെടുത്താത്ത ആദർശങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിലേക്കല്ല നമുക്ക് ആളുകളെ ക്ഷണിക്കാനുള്ളത്. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് തൗഹീദിനാണ്. തൗഹീദിൻ്റെ വിളംബരമാണ് അല്ലാഹു അക്ബർ. അള്ളാഹു ഏകനാണ് എന്ന് മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലുതായി കാണുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്. അള്ളാഹുവിന് വഖാറത്ത് നൽകുക, അള്ളാഹുവിന് ഗൗരവം കൊടുക്കുക, അള്ളാഹുവിന് ഗാംഭീര്യം കൊടുക്കുക. ആ ഗാംഭീര്യം കൊടുക്കാനുള്ള ട്രെയിനിങ് ആണ് ഒരു മാസക്കാലം വ്രത കാലഘട്ടത്തിൽ നടന്നിരിക്കുന്നത് അല്ലേ. കാരണം അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട ദിനങ്ങൾ
അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളൊക്കെ നോമ്പ് അനുഷ്ഠിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദുസിയായ ഹദീസിൽ പഠിപ്പിച്ചത് അസ്സൗമുലി വ അനാജിസിബി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം ഞാനാണ് നൽകുന്നത്. ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമുക്കുണ്ടായിരുന്നു, പാനീയം കഴിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ആരും അത് കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട് കഴിച്ചിട്ടില്ല? എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നാഥൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, പൂർവ്വ സമുദായങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ടതുപോലെ നോമ്പ് അനുഷ്ഠിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചത്. ആ നോമ്പിൽ കൂടി നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത് ആത്മീയ പരിശുദ്ധിയാണ്. ആ പരിശുദ്ധി നമ്മൾ നേടി എന്നുള്ളതിൻ്റെ ഒരു നന്ദി സൂചകം കൂടിയാണ് നമ്മൾ ആഘോഷിക്കുന്ന പെരുന്നാൾ. അതുകൊണ്ട് തന്നെ ആ നന്ദിയെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും പെരുന്നാളിൻ്റെ ദിവസം നമ്മിൽ നിന്ന് വരാൻ പാടില്ല. പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും പരിധി വിടുന്ന സാഹചര്യങ്ങൾ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നു. അതായത് 29-30 ദിവസം നോമ്പ് അനുഷ്ഠിച്ചിട്ട് നേടിയെടുത്ത വ്രത ശുദ്ധി കളങ്കപ്പെടുത്തുന്ന, ഇല്ലാതാക്കുന്ന, അല്ലേ, അവസാനം അത്തഹിയ്യാത്തിൽ വുളു നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിപ്പോവാനേ പാടില്ല. അതുകൊണ്ട് ഈ 30 ദിവസം നമ്മൾ നേടിയെടുത്ത ആ ഒരു പവിത്രതയും വ്രതശുദ്ധിയും തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് നിലനിർത്താൻ സാധിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ എന്നുള്ളത്. അല്ലാതെ ഇതൊക്കെ ഞാൻ കാറ്റിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് ഒന്നും വേണ്ട, ആ രൂപത്തിൽ നമ്മുടെ മക്കൾ പോവാതിരിക്കണമെങ്കിൽ എന്താണ് വ്രതം, എന്താണ് പെരുന്നാൾ എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാൽ ആഘോഷത്തിനുള്ള എല്ലാ വാതായനങ്ങളും നമ്മൾ തുറന്നു വെക്കുകയും വേണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരിക്കുന്ന ആ സംഭവം, കുട്ടികളാണ് പാട്ടുപാടിക്കോട്ടെ. അപ്പോൾ പാട്ടുപാടുക എന്നുള്ളത് അനുവാദമുള്ള സംഗതിയാണ്. എന്നാൽ സംഗീത വാദ്യോപകരണങ്ങൾ കൂടെയുള്ള പാട്ടുകളെയാണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സംഗീതത്തെ നിരോധിച്ച സമയത്ത് പാട്ടിനെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവെ പ്രകീർത്തിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിക്കുന്ന, നല്ല ആശയങ്ങൾ ധോദിപ്പിക്കുന്ന നല്ല ഗാനങ്ങൾ പീസ് റേഡിയോയിൽ തന്നെ നമ്മൾ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, നമ്മോട് അള്ളാഹനെ കൂടുതൽ സ്മരിക്കാനും കൂടുതൽ ചിന്തിക്കാനും പറഞ്ഞതോടൊപ്പം കുറച്ച് ചിരിക്കാനും കൂടുതൽ കരയാനുമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആഘോഷവേളയിലും പരിധി വിട്ടുകൊണ്ടുള്ള ഒരാഘോഷത്തിലേക്ക് നമ്മൾ പോവാതിരിക്കുക. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു മത്സര ദിവസമായിട്ട് ഈ പെരുന്നാൾ സുദിനത്തെ കൂടി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സൽപ്രവർത്തനങ്ങളിൽ കൂടി സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ കിറ്റുകൾ വിതരണം ചെയ്യുമ്പോൾ അതൊരു 100 ആളുകൾക്ക് വിതരണം ചെയ്യുമ്പോൾ 100 കുടുംബങ്ങൾക്ക് അത്താണിയാവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് നമുക്ക് നൽകുന്ന ആനന്ദത്തിൻ്റെ ഒരു 5% പോലും നമ്മൾ ദൂർത്തടിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത് ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യമാണ്, അല്ലേ? നമ്മൾ 1000-2000 രൂപ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് തീർക്കുമ്പോൾ അത് ഒരു 10 ആൾക്ക് അല്ലെങ്കിൽ 20 ആൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഒരു സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ആത്മീയമായിട്ടുള്ള സംതൃപ്തി. മറ്റത് ആ നഷ്ടബോധമാണ്, കുറ്റബോധമാണ് നമുക്കുണ്ടാവുക. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ബാബു തഖ്വ എന്ന് പറയുന്ന, അല്ലേ, ബാബ് തഖ്വയുടെ ബാബിൽ റമദാനിൽ ഒരുപാട് കേട്ട ഒരു ഹദീസാണ് 3 സഹാബിമാർ ഗുഹാമുഖത്ത് അകപ്പെട്ട ഒരു ഹദീസിൽ. അതിൽ ചില പാഠങ്ങൾ നമുക്കുണ്ടെന്നുള്ളത്. അഥവാ ആഘോഷത്തിന് വരുമ്പോഴും തെക്കുവ കരസ്ഥമാക്കി ലാലക്കും തത്തക്കും, അല്ലേ, നോമ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തെക്കുവായി ഉണ്ടാവാനാണെന്നുള്ളത്. ആ തെക്കുവകൾ കരസ്ഥമാക്കി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ആഘോഷവും ആ തെക്കുവയിൽ അധിഷ്ഠിതമാണെന്നുള്ളത്. ആ 3 സഹാബിമാരുടെ ചരിത്രങ്ങൾ വിശദമായിട്ട് പറയില്ല, അല്ലേ. ഒന്നാമത്തെ ആൾ ആ കല്ല് വന്നടിയുമ്പോൾ ഇവർ 3 പേരും അതിൻ്റെ ഇടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. ഗുഹാമുഖത്ത് അകപ്പെട്ട ആ ഒരു സംഭവം. അവിടെ ഒന്നാമത്തെ ആൾ പറയുന്നത് മാതാപിതാക്കൾക്ക് ചെയ്ത ഒരു ഗുണം, അല്ലേ, എടുത്തു പറയണം. പുണ്യത്തിനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ ആ പാറ അല്പം മാറുന്നു. അപ്പം അവിടെ ബന്ധങ്ങളുമായിട്ടുള്ള ഒരു കാര്യം, അല്ലേ, അത് തക്കവയാണ് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. അഥവാ ഈ പെരുന്നാൾ സുദിനത്തിൽ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ, നമ്മുടെ തെക്കുവ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ സഹാബി പറയുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത്,
അയാൾ ഏറ്റവും ആഗ്രഹിച്ച തൻ്റെ ഒരു കസിൻ, അവളെ പലപ്പോഴും അദ്ദേഹം അങ്ങോട്ടേക്ക് തൻ്റെ ഇംഗിതം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവൾ പിന്മാറുകയാണ് ചെയ്തത്. അവസാനം അവൾക്ക് സാമ്പത്തികമായൊരു സഹായം നിർബന്ധമായ അനിവാര്യമായൊരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെ വന്ന് സമീപിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, എനിക്ക് വഴങ്ങി തന്നാൽ നിനക്ക് ഞാൻ തരാമെന്നുള്ളതാണ്. അങ്ങനെ രണ്ടുപേരും ഒരുങ്ങി അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് ആ സഹോദരി പറയുന്നത്, ഇത്തക്കില്ല, നീ അള്ളാഹുവിനെ ഭയപ്പെടണമെന്നാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു മാറ്റം വരികയാണ്, പിന്മാറിപ്പോരുകയാണ്. എന്നിട്ട് അദ്ദേഹം അത് പറയണം എന്താണ്, അള്ളാഹുവെ, ഞാൻ ആ ചെയ്തത് ഒരു പുണ്യകർമ്മമാണെങ്കിൽ ഈ പാറ ഞങ്ങളുടെ ഈ ഗുഹയിൽ നിന്നും പുറത്തേക്ക് വരാൻ. അപ്പോൾ അവിടെ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്, തെറ്റുകളോട് രാജിയാവാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല എന്നുള്ളത്. അഥവാ ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ എമ്പാടും കൂത്താട്ടുകൾ നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. വിശ്വാസികളുടെ ആഘോഷം അങ്ങനെയല്ല, തെക്കുവ നേടിയ ആളുകളുടെ ആഘോഷം അങ്ങനെയല്ല എന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് വൺ, ഒരു മൂന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ, ഒരു സ്നേഹക്കൂടിൻ്റെ ആ ഒരു വൃത്തത്തിൽ നമ്മൾ പറയുമ്പോൾ, അവിടെ ഒരാൾ തൻ്റെ കീഴിൽ ജോലിക്കാരനായി ഉണ്ടാവുകയും അദ്ദേഹം തൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി ചെയ്ത കൂലി വാങ്ങാൻ പോലും നിൽക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂലി എവിടെയെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഈ മുതലാളിയായ അഥവാ ഈ ഗുഹയിലാകപ്പെട്ട മൂന്നാമത്തെ വ്യക്തി പറയുന്നത്, ഇതാ ആ കാണുന്ന ആട്ടിൻകൂട്ടവും ആ ഒട്ടകവും എല്ലാം നിൻ്റേതാണ്. അപ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് ഇതെന്നെ പരിഹസിക്കുകയാണോ എന്നുള്ളത്. അല്ല, നീ അന്ന് അത് വാങ്ങാതെ പോയ ആ ഒരു സമ്പത്ത് കൊണ്ട് ഞാൻ ആടിനെ വാങ്ങി, അത് വളർന്ന് ഇത്രമാത്രമുണ്ട്, ഇത് നിൻ്റേതാണ്, നീ എടുത്തോളൂ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി നമ്മൾ നേടേണ്ട ഒരു തെക്കുവ, അഥവാ നമ്മുടെ സമ്പത്ത് ഈ ഒരു സുദിനത്തിൽ തെക്കുവയോടുകൂടി ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണമെന്ന വലിയൊരു പാഠം അതിലുണ്ട്. അപ്പോൾ നമ്മുടെ ആഘോഷം ഇങ്ങനെയാണ്. ഈ നോമ്പിലൂടെ നമ്മൾ നേടിയ തഖ്വ ആഘോഷത്തിൽ ചോർന്നു പോവാൻ പാടില്ല. ഈ ദിനത്തിലും അത് മുറുകെ പിടിച്ച് ഉച്ചേസരം പ്രഖ്യാപിച്ചുകൊണ്ട് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും തിന്മയോടൊരിക്കലും എനിക്ക് രാജിയാവാൻ സാധിക്കില്ലെന്ന് ഉറക്കെ പറയാനും അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളെ അതിൽ മലിനമായ ഒന്നും കടന്നു വരികയല്ല എന്നും അർഹമായത് അർഹതയുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും എനിക്ക് സാധിക്കുമെന്ന ഒരു ബോധ്യത്തോട് കൂടിയിട്ടാവണം ഈ ഒരു പെരുന്നാൾ നമ്മൾ ആഘോഷിക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാർ, പലപ്പോഴും നമ്മൾ കേൾക്കുന്ന മറ്റൊരു കാര്യം, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലഘട്ടത്തിൽ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു, ഇപ്പം അത്രയൊന്നും സന്തോഷമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന പെരുന്നാളിന് ഒരു ആഘോഷത്തിൽ നിന്ന് പലപ്പോൾ കുട്ടികളൊക്കെ അവരുടെ ആ ഒരു വലിയ താല്പര്യത്തോടും ആവേശത്തോടും കൂടെയുണ്ട്. അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിക്കാല പെരുന്നാളും ഇപ്പോഴുള്ളൊരു പെരുന്നാളും കമ്പയർ ചെയ്യുകയും അത് എന്തായിരുന്നാലും അതിൻ്റെ നന്മകൾ പ്രചരിപ്പിക്കാനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു മേഖലയിൽ നമുക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ നമ്മുടെ ചെറുപ്പകാലത്തുള്ള പെരുന്നാളിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പറയുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇന്നുള്ള ന്യൂ ജനറേഷൻ അവരുടെ സാഹചര്യം, അവരുടെ സൗകര്യങ്ങൾ, അവരുടേതായ രീതിയിലാണ് അത് അവരാഘോഷിക്കുക. അപ്പോൾ അതിൽ ഹറാമായ കാര്യങ്ങൾ വരുമ്പോൾ അതവർക്ക് തിരുത്തി കൊടുക്കുക, അവരോട് ഈ രൂപത്തിലാണ് ഈ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുക. ഇത് അനുകരണീയമായ കാര്യമാണ്. അല്ലാതെ നമ്മൾ ചെറുപ്പത്തിൽ ആഘോഷിച്ച ആ ഒരു ലെവലിലാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരെ കഴിഞ്ഞ കാലത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് കാര്യമില്ല. അവർ വരാൻ പോകുന്നുമില്ല. അപ്പം നമ്മളാണ് ഇവിടെ മാറേണ്ടത്, അല്ലാതെ പുതിയ കുട്ടികളല്ല. പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചരിത്ര താളുകളിൽ എഴുതപ്പെട്ട ആഘോഷത്തിലേക്ക് തിരിച്ചു പോവാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ നോമ്പിനൊക്കെ എൻ്റെ നാട്ടിൽ ചേന്നമംഗല്ലൂർ പിന്നെ കഞ്ഞി വെച്ച് വാരാറുണ്ടായിരുന്നു. കഞ്ഞി വെച്ച് വാരുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതായത് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അപ്പോൾ അന്ന് അവിടെ ആ മഹല്ലിൽ കഞ്ഞി വെച്ച് പാരുമ്പോൾ ആ കഞ്ഞി കുടിച്ചുകൊണ്ടാണ് നോമ്പ് തുറക്കുക. അത്രത്തോളം വലിയ ദാരിദ്ര്യ കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന വലിയൊരു പ്രത്യേകത, ബന്ധങ്ങൾ സുദൃഢമായിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ കാരണവന്മാരുണ്ട്, നാട്ടുമൂപ്പന്മാരുണ്ട്. അവരൊക്കെ ഒരു വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാറുണ്ടായിരുന്നു. ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് നമുക്ക് വന്ന വലിയ നഷ്ടം, മദ്യം, മയക്കുമരുന്ന്, മാഫിയ ലോബികൾ വർദ്ധിക്കുകയാണ്. ഇന്നിപ്പോൾ 4-5 ദിവസങ്ങളായി പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, സോഷ്യൽ മീഡിയയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന എന്താണ്, ലഹരി വിപണത്തിൻ്റെ തലങ്ങൾ പ്രൊഫഷണൽ കലാലയങ്ങളെപ്പോലും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ
എത്ര വലിയ മാരകമായ ക്യാൻസറായിട്ട് ഈ ലഹരി മാറിയിട്ടുണ്ട്. ഇന്ന് ആഘോഷവേളയിൽ നമുക്കറിയാലോ, കേരളത്തിൽ പല ആഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആഘോഷവേളയിലാണ് പുതിയ കസ്റ്റമേഴ്സിനെ ഇതിൻ്റെ മാഫിയ ഇര തേടുന്നത്. അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കൾ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾ നമ്മുടെ വരുതിയിലുണ്ടോ? ഇപ്പോൾ യാത്ര പോകുന്നവരുണ്ടായിരിക്കും, ടൂർ പോകുന്നവരുണ്ടായിരിക്കും. ഈ ടൂർ പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് ലൈസൻസ് കിട്ടുകയാണ്, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ബൈക്കുമായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്, കാറുമായിട്ട് പോകുന്നവരുണ്ട്. അവർ നമ്മുടെ റേഞ്ചിൽ നിന്ന് അപ്പുറമുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ പിശാച് സ്വാഭാവികമായിട്ട് കരീനായിട്ട് അവരുടെ കൂടെ ഉണ്ടാവും. അവരെ തിന്മക്ക് പ്രേരിപ്പിക്കും. നല്ല ഭയഭക്തിയുള്ള ഒരു ഉപ്പയാണ്, ഉമ്മയാണ്. ഒരിക്കലും ഉപ്പനെയും ഉമ്മയെയും പിശാചിന് കിട്ടില്ല എന്ന് കണ്ടാൽ പിന്നെ പിശാച് ശ്രമിക്കുക മക്കളെ കൊണ്ട് വഴിതെറ്റിക്കാനാണ്. അതുകൊണ്ട് ഓരോ രക്ഷിതാവും വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം, ഈ പെരുന്നാൾ സുദിനത്തിൽ അല്ലെങ്കിൽ അനുബന്ധമായ ദിവസങ്ങളിൽ നമ്മുടെ മക്കൾ വഴി വിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള യാത്രകളിലും കമ്പനികളിലും, പ്രത്യേകിച്ച് അവരുടെ സുഹൃത്തുക്കൾ ആരാണ്, നല്ല സുഹൃത്തുക്കളുടേതല്ലാത്ത ഒരു കമ്പനിയിൽ നമ്മുടെ കുട്ടികൾ നിഷ്കളങ്കരാണ്, കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, ഹാഫിളാണ്, ഒക്കെയാണെങ്കിലും ശരി, ഈ കൂട്ടുകാരുടെ നിർബന്ധ പ്രേരണയ്ക്ക് വഴങ്ങിക്കൊണ്ട് ഒരു തവണയെങ്ങാനും രാസലഹരി ഉപയോഗിക്കാനുള്ള ഒരവസരം അവർക്ക് വന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു എഡിക്ഷനായിട്ട് മാറും എന്നുള്ളത് നമ്മൾ അറിയുക. തിരൂർ പോലെയുള്ള സ്ഥലങ്ങൾ, ഈ അടുത്ത് വന്ന വാർത്ത, ഹോസ്പിറ്റലുകൾ പോലും നിറഞ്ഞിരിക്കുന്നു. ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പുതിയ അഡ്മിഷനുള്ള ചാൻസ് ഇല്ല. അത്രമാത്രം ഭീകരമായിട്ടുള്ള ലഹരി ആണ് ഇന്ന് കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളുടെ എണ്ണം കൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുക. നമ്മൾ പൊതുവെ ആശ്വസിക്കുന്നത് എന്താ അറിയോ, എൻ്റെ കുട്ടി അതിൽ പെടില്ല. ഒരിക്കലും അങ്ങനെയുള്ളൊരു മുൻധാരണ നമുക്ക് വേണ്ട. നമ്മുടെ കുട്ടികളായിരിക്കും അതിൽ മുൻപന്തിയിൽ ഉണ്ടാവാനുള്ള സാധ്യത. കാരണം ദീനി ദഅ്വാ രംഗത്ത്, പ്രബോധന രംഗത്ത് സജീവമായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ ഒരു വെല്ലുവിളിയാക്കാൻ പിശാചും സംഘവും ശ്രമിക്കും. ആ ഒരു കാര്യം കൂടി ഈ പെരുന്നാൾ സുദിനത്തിൽ പ്രത്യേകം നിങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകിയിട്ടുള്ള ഈ ആഘോഷത്തെ നമ്മൾ ആഘോഷിക്കുക, അള്ളാഹുവിന് കൂടുതൽ നന്ദി പ്രകടിപ്പിക്കുക, ബന്ധങ്ങൾ നന്നാക്കുക, രോഗികളെ സന്ദർശിക്കുക, പീഡിതരായി ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ, ഗാസയിലൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രക്തസാക്ഷികളായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഈ സുദിനത്തിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവർ ചെയ്ത അമലു സ്വാലിഹാത്തിൻ്റെ പ്രതിഫലം നൽകി ജന്നാത്തുൽ ഫിർദൗസ് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈദ് പ്രത്യേകം ആശംസിക്കുകയാണ്. ഓക്കെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾക്കൊരുപാട് പരിചയ സമ്പത്തുള്ള ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ ആ പരിചയ സമ്പത്തുകൾ വെച്ച് ഈ ആഘോഷ വേളയിൽ ഞങ്ങൾ ആയ മക്കളെ, യുവാക്കളെ വഴി നടത്തേണ്ടത് നിങ്ങളാണ്. യുവാക്കളോട് സ്നേഹക്കൂടിന് പറയാനുള്ളത്, യുവാക്കളെ, നമ്മുടെ യുവത്വവും കർമ്മശേഷിയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, ആഘോഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മകൾ ചെയ്യാനുള്ള ആവേശം കാണിച്ചുകൊണ്ടാണ്. തിന്മകളിലേക്ക് ഒരിക്കലും ചെന്നെത്തുകയില്ല എന്ന ദൃഢ പ്രതിജ്ഞയാവട്ടെ ഈ ഒരു പെരുന്നാൾ സുദിനം നമ്മോടോതുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, സ്നേഹക്കൂടിന് നിങ്ങളോടും പറയാനുണ്ട്, നമ്മുടെ പഠനങ്ങളിൽ, നമ്മുടെ പാഠ്യവിഷയങ്ങളിൽ, അതോടൊപ്പം തന്നെ ജീവിത വിജയത്തിന് നമ്മൾ നേടുന്ന അറിവുകളിൽ പരമാവധി പരിശ്രമിക്കുകയും അതോടൊപ്പം ധാർമ്മികമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി മാറാനുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണേ എന്നാണ് പ്രിയപ്പെട്ട കുഞ്ഞനിയന്മാരോടും അനിയത്തിമാരോടും പറയാനുള്ളത്. ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, സഹോദരിമാരോട് പറയാനുള്ളത്, സ്നേഹക്കൂടിന് പറയാനുള്ളത്, നമ്മുടെ വീടകങ്ങളിൽ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുകളുണ്ട്. ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ നിങ്ങളുടെ ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റവും നന്നായി നിർവഹിക്കുന്നു എന്നറിയാം. എന്നാലും ആ കാര്യത്തിൽ ഒന്നുകൂടി നന്നായി പരിശ്രമിക്കണേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഈ പെരുന്നാൾ സുദിനത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു
നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മെപ്പോലെ ആഘോഷിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. ഇനിയും ഇതുപോലെയുള്ള നല്ല കർമ്മങ്ങളിൽ, നല്ല ആരാധനാകാര്യങ്ങളിൽ ഏറ്റവും നല്ല ആയുസ്സോടുകൂടി ആഫിയത്തോടുകൂടി നിലനിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.